നമസ്കാരം സുഹൃത്തുക്കളെ. ഞാൻ ഇന്ന് ഒരു പുതിയ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മൾ ജിയോ ഒക്കെ യൂസ് ചെയ്യുന്നവരാണില്ലേ, ജിയോ ടി വി, ജിയോ സിനിമയൊക്കെ ഫ്രീ ആണ് മാർച്ച് വരെ. അത് കഴിഞ്ഞാൽ അവരതിന് പേ ചെയ്ത് കൊടുക്കും. അപ്പം ഞാനിപ്പോൾ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ആണ്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഏത് ചാനൽ വേണമെങ്കിലും മലയാളത്തിലും അതായത് ഹിന്ദിയിലെ, തമിഴിലും ഒട്ടുമിക്ക ചാനലുകളിലും ഈ ആപ്ലിക്കേഷൻ ഫ്രീ ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ചില ചാനലുകൾ പെയ്ഡുമാണ്. പക്ഷേ പെയ്ഡ് ആണെങ്കിൽ തന്നെ അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാണാനുള്ള ട്രിക്കും ഞാൻ ഇതിലൂടെ പരിചയപ്പെടുത്താം. ആ ആപ്ലിക്കേഷൻ്റെ പേരാണ് എഫ് ടി വി എന്നാണ്. ഒരുപക്ഷെ എല്ലാവർക്കും അറിയായിരിക്കും. എഫ് ടി വി നേരത്തെ തൊട്ടുള്ളതാണ്. സിംബിയൻ ആപ്ലിക്കേഷനിൽ എല്ലാത്തിലും ഉള്ളതാണ്. അപ്പോൾ എഫ് ടി വി എന്നാണ് അതിൻ്റെ പേര്. അത് ഡൗൺലോഡ് ചെയ്യുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ പ്ലേ സ്റ്റോറിൽ എഫ് ടി വി എന്ന് അടിച്ചു കൊടുത്താൽ മതി. അതായത് YUPP. അതായത് അടിച്ചപ്പോൾ തന്നെ അതിൻ്റെ ഫസ്റ്റ് സജഷൻ വന്നിരിക്കുകയാണ് എഫ് ടി വി. അത് തന്നെയാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഫ് ടി വി വരുന്നതായിരിക്കും. അതാണ്. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഓപ്പൺ ചെയ്യാൻ നേരത്ത് അവർ നമ്മളുടെ ഫോൺ നമ്പർ ചോദിക്കും, ലാംഗ്വേജ് ചോദിക്കും. അതെല്ലാം കൊടുത്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം അത് ഓപ്പൺ ആകും. ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനതിൽ പല ഓപ്ഷൻസ് ഉണ്ട്. ഇതാണ് അതിൻ്റെ ഫസ്റ്റ് പേജ്. അതായത് നമുക്ക് ഇതിനകത്തിൽ ഈ ആപ്ലിക്കേഷനിലൊക്കെ ഒരു ബാക്കിയുള്ള ആപ്ലിക്കേഷനെ അപേക്ഷിച്ചുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹോട്ട്സ്റ്റാറിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹോട്ട്സ്റ്റാറിൽ നമുക്ക് കഴിഞ്ഞ വീഡിയോസ് മാത്രമേ കാണാവുള്ളൂ. ലൈവ് ടി വി ഒന്നും കാണാൻ പറ്റില്ല. ജിയോ ടി വിയിലാണെങ്കിൽ നമുക്ക് വീഡിയോസ് കാണാം, ടി വിയും കാണാം. പക്ഷെ അത് എത്ര നാളത്തേക്ക് ഫ്രീ ആണെന്നുള്ള കാര്യം നമുക്ക് കൺഫ്യൂഷനുള്ള. ഇതിലാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ആണ്. അതായത് നമുക്ക് കാണാം. അതായത് ലൈവ് ടി വിയിൽ അതായത് നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യണമെങ്കിൽ എൻ്റർടൈൻമെൻറ്റ്, മ്യൂസിക് എല്ലാം സോർട്ട് ഔട്ട് ചെയ്യാം. മൂവീസ്, ന്യൂസ് സോർട്ട് ചെയ്തെടുക്കാം. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് മലയാളം ടി വി ചാനലാണ് നമുക്ക് വേണ്ടെങ്കിൽ ചാനൽസ് മലയാളം ടി വി ചാനൽ സൂര്യ ടി വി ഉണ്ട്, മഴവിൽ മനോരമ ഉണ്ട്, പിന്നെ ഒട്ടുമിക്ക ചാനലുണ്ട്. സൺ മ്യൂസിക് ഉണ്ട്, അമൃത ടി വി, ഫ്ലവേഴ്സ്, മനോരമ ന്യൂസ്, ഏഷ്യനൈറ്റ്, നിങ്ങൾക്ക് എല്ലാവരും കാണാം. അതായത് ഇംഗ്ലീഷ് ചാനൽ, കാർട്ടൂൺ ചാനൽ, അങ്ങനെ ഒരുപാട് ചാനലിനകത്തിലുണ്ട്. ഇതിപ്പോൾ ഞാൻ എൻ്റെ നെറ്റ് സ്ലോ ആണ്, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ചാനൽ ഓപ്പൺ ചെയ്ത് കാണിക്കാം. മഴവിൽ മനോരമയാണ് ഞാൻ ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് എൻ്റെ സ്ലോ ആണ്, എന്നാലും ഓപ്പൺ ആകുന്നുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇല്ല, വളരെ സ്ലോ ആയിട്ടാണ് എൻ്റെ നെറ്റ്വർക്ക്. 4G ആണെങ്കിൽ തന്നെ നോട്ട് പ്ലേ ഫോളോയിങ് സെക്കൻഡ് വീഡിയോ. എൻ്റെ ചാനൽ ഓൾറെഡി എൻ്റെ നെറ്റ്വർക്ക് സ്ലോ ആണ്, അതുകൊണ്ട് മാത്രമാണ്. അതായത് ഓപ്പൺ ആയിരിക്കാണ്. പൃഥ്വിരാജ്, ബിജു മേനോൻ കൂട്ടുകെട്ടിൽ ലക്ഷദ്വീപിന്റെ മനോഹാരിതയിൽ ചിത്രീകരിച്ച റൊമാന്റിക് ബ്ലോക്ക് ബസ്റ്റർ അനാർക്കലി ഉച്ചയ്ക്ക് 1 മണിക്ക് മലയാളികളുടെ പ്രിയ മറുനാടൻ സൂപ്പർ സ്റ്റാർ അല്ലു അർജുൻ നായകനായ ആക്ഷൻ റൊമാന്റിക് എന്റർടൈനർ യോദ്ധാവ് വൈകുന്നേരം 5:30-ന് ജയസൂര്യ, അജു വർഗീസ്, ഷറഫുദ്ദീൻ, ഗോവിന്ദ് പത്മസൂര്യ തുടങ്ങിയ യുവതാരനിര ഒന്നിച്ച ഹൊറർ കോമഡി ബ്ലോക്ക് ബസ്റ്റർ പ്രേതം. ഇപ്പൊ തന്നെ ക്ലാരിറ്റി ഓൾറെഡി വന്നായിരുന്നു അതിനകത്തില്. അധികം ദയ കാണിക്കാറില്ല പഠിക്കുക. അവൻ മുൻപേ ചെല്ലട്ടെ, നമ്മൾ പിറകെ. ഉണ്ടെങ്കിൽ അതിന് വേറെ ഒരു ട്രിക്ക് ഉണ്ട്. അതായത് നിങ്ങൾ ഇതിനകത്തിൽ ഫോൺ നമ്പർ ചെയ്ത് ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഫ്രീ ആയിട്ട് ഇവർ ഒരു 100 റുപ്പീസ് തരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ ഓരോ ഫ്രണ്ടിനെ റെഫർ ചെയ്യുകയാണെങ്കിൽ 1000 രൂപ വരെ ഇതിനകത്തിൽ ഏൺ ചെയ്യാവുന്നതാണ്. അതായത് ഈ പൈസ വെച്ചിട്ട് നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ, അതായത് ഇവരുടെ 1 വീക്ക്, 1 മന്ത് സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. 99 രൂപയൊക്കെ ഉള്ളൂ സബ്സ്ക്രിപ്ഷൻ ഇവരുടെ. ആ സബ്സ്ക്രിപ്ഷൻ വഴി നിങ്ങൾക്ക് സുഖമായിട്ട് കിട്ടാവുന്നതാണ്. ഇത്ര രൂപയുള്ളൂ. അതായത് നിങ്ങൾക്ക് ഒരു ഫ്രണ്ടിനെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ, ഫ്രണ്ടിനെ ചേർത്ത് എഫ് ടി വിയിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് 1 മാസമായിട്ട് ലൈവ് ടി വി സുഖമായിട്ട് കാണാം. ഇപ്പോൾ ഇവർ ചാർജ് ഒന്നും എടുക്കുന്നില്ല. ഇൻ കേസ് ചാർജ് എടുക്കാൻ തുടങ്ങിയാൽ തൊട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഈ ചാനലുകളെല്ലാം ഫ്രീ ആണ്. അപ്പോൾ ഒരു പ്രോബ്ലം ഇല്ലാതെ നിങ്ങൾക്ക് ചാനൽ കാണാം. പിന്നെ ഇതിനകത്തിൽ വേറെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ പ്രോഗ്രാംസും വേണമെങ്കിൽ നമ്മൾ കാണാം. അപ്പോൾ ഉദാഹരണത്തിന് മഴവിൽ മനോരമയിൽ, അതായത് നമ്മൾ ഇന്ന് 4-ാം തീയതിയാണ്. ഇന്ന് ഇതുവരെ 10, ഇപ്പോൾ 11:30 ആയി, 10:30 വരെ കഴിഞ്ഞ പ്രോഗ്രാംസ് നമുക്ക് കാണാം. നമുക്ക് 10:10:30 ഇതായിരുന്നു, 10 മണിക്ക് ഇതായിരുന്നു, ഈ പ്രോഗ്രാമായിരുന്നു. ഒറ്റച്ചിലമ്പ്,
ഈ പ്രോഗ്രാംസ് എല്ലാം നമുക്ക് കാണാം. ഡേറ്റ് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ 3-ാം തീയതി ഏതൊക്കെ പ്രോഗ്രാംസ് നടന്നു ആ പ്രോഗ്രാംസ് എല്ലാം നമുക്ക് കാണാം. അതായത് കഴിഞ്ഞ പ്രോഗ്രാംസ് നമുക്ക് കറക്റ്റായിട്ട് എല്ലാ പ്രോഗ്രാംസും വളരെ കറക്റ്റായിട്ട് കാണാം. ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്. നമുക്ക് ഇൻ കേസ് ഒരു പ്രോഗ്രാം കാണാൻ പറ്റിയില്ലെങ്കിൽ ആ ബാക്ക് ഡേറ്റിലുള്ള പ്രോഗ്രാംസ് കാണാൻ നമുക്ക് നോക്കിയാൽ അറിയാം. നിങ്ങൾക്ക് 29-ാം തീയതി വരെയുള്ള പ്രോഗ്രാംസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. 29-ാം തീയതി വരെയുള്ള പ്രോഗ്രാംസ് നിങ്ങൾ ബാക്കിലേക്ക് എടുത്ത് കാണാൻ പറ്റും. അതായത് ഈ ആപ്ലിക്കേഷൻ്റെ വളരെ എടുത്തു പറയുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഒരു പ്രാവശ്യം ട്രൈ ചെയ്യുന്നതുകൊണ്ട് ഒന്നും പറ്റത്തില്ല. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതിനോടൊപ്പം തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. താഴെ കാണുന്ന ചുമന്ന ബട്ടൺ, സബ്സ്ക്രൈബ് എന്ന ചുമന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. അതോടൊപ്പം തന്നെ നോട്ടിഫിക്കേഷൻ എൻ്റെ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കണം. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത്. ഷെയർ ചെയ്യുക എല്ലാവരും. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അതുവരെ ബൈ. ഒരിക്കൽ കൂടി വളരെ നന്ദി വീഡിയോ കണ്ടതിന്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.